എന്തുകൊണ്ടാണ് ഗെയിം ഡെവലപ്പേഴ്സ് ഗെയിമിഫിക്കേഷൻ ഓപ്പോസ് ചെയ്യുന്നത്? പലർക്കുള്ള ഡൗട്ട് ആയിരിക്കില്ലേ ഇത്. എന്തുകൊണ്ടായിരിക്കും ഗെയിം ഡെവലപ്പേഴ്സ് ഗെയിമിഫിക്കേഷനെ ഡിസ്ലൈക്ക് ചെയ്യുന്നു എന്നുള്ളത്? സോ ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗെയിം ഡെവലപ്മെന്റ് അല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ സ്റ്റാർബക്സിലൊക്കെ പോയി എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർസ് ഒക്കെ തരും. സോ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിവാർഡ്സ് ആയിട്ടാണ്. അതുപോലെ നമ്മൾ ഡുവോലിംഗ് ആപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ തരും. സോ ഇതുപോലെ പോയിന്റ്സ്, ബാഡ്ജസ്, ലെവൽസ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് റിയൽ ഗെയിം ബിൽഡ് ചെയ്യുന്നത് മെക്കാനിക്സ്, ചാലഞ്ചസ്, അതുപോലെ ഇമോഷണൽ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ബട്ട് ഗെയിമിഫിക്കേഷനിലൂടെ നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ട് ടൈം മോട്ടിവേഷൻ മാത്രമാണ് ലഭിക്കുന്നത്. അതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക ഒന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് ബിഗ് ഇഷ്യൂ ആണ് പ്ലേയർ സൈക്കോളജി എന്നുള്ളത്. അതായത് ഗെയിം ഡെവലപ്പേഴ്സിന് ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ പ്ലേ ചെയ്യാനും ഒക്കെ ഉള്ളിൽ നിന്നൊരു മോട്ടീവ് ഉണ്ടായിരിക്കും. ബട്ട് ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് റിവാർഡ് മാത്രമാണ്. അത് പീപ്പിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഗെയിം ഡെവലപ്പേഴ്സ് ഇതിനെ ഓപ്പോസ് ചെയ്യുന്നതും. പല ആപ്സും ഗെയിമിഫൈഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു ബോറിംഗ് വർക്കും പ്ലസ് റിവാർഡ് നൽകുന്നത് മാത്രമായിരിക്കും. അതായത് ഡിസൈനേഴ്സ് ലേസി ആവുന്ന സമയത്താണ് റിവാർഡ്സ് മിക്കവാറും അവർ ആപ്പുകളിൽ കയറ്റുന്നത്. ബട്ട് ഗെയിംസ് നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡവും ഫണ്ണും നൽകുന്നു. എന്നാൽ ഗെയിമിഫിക്കേഷൻ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് മാത്രമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഗെയിം ഡെവലപ്പേഴ്സ് ഗെയിമിഫിക്കേഷനെ ഓപ്പോസ് ചെയ്യുന്നത്. സോ ഷാലോ ആയിട്ടുള്ള ഇതുപോലുള്ള റിവാർഡ്സ് നൽകി പീപ്പിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഗെയിം ഡെവലപ്പേഴ്സ് ഗെയിമിഫിക്കേഷനെ ഓപ്പോസ് ചെയ്യുന്നത്.